നമ്മളെല്ലാവരും ഓരോ ദിവസവും നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ പല ചിന്തകൾ കടന്നു പോകാറുണ്ട്. പക്ഷെ നമ്മളിൽ ചിലവർ കുറച്ച് കൂടുതൽ ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് അവർ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റിയായിരിക്കും വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ചിലവർ ഭാവിയെപ്പറ്റിയായിരിക്കാം ചിന്തിക്കുന്നത്. പക്ഷെ ചിന്തകൾ എപ്പോഴും കൂടുതലാണ്. ഈ അമിത ചിന്ത ഒരു മാനസിക രോഗമാണോ? ഇന്ന് നമ്മുടെ വിഷയം ഓവർ തിങ്കിങ്ങിനെ പറ്റിയാണ്. ഐ എം ലീന വിശ്വ, ക്ലിനിക്കൽ ഹിപ്നോതെറപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേക്കി ഹീലർ. വെൽക്കം ടു സോൾ എസൻസ്. ഈ ചിന്തകൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ചിലവർ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും. ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്താണ്? ചില വ്യക്തികളെ പറ്റി, ഇല്ല ചില സിറ്റുവേഷൻസിനെ പറ്റിയായിരിക്കാം. ഇവിടെ വരുന്ന ഇമോഷൻ എന്താണെന്നറിയോ? പെയിൻ, ഇല്ലെങ്കിൽ ആങ്കർ, ഇല്ല അവരോടുള്ള ഒരു ഡിസ്കസ്റ്റൊക്കെ ആയിരിക്കും അവർ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻ. സോ ഐഡിയലി അവർക്ക് എന്താ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? ദേ ആർ നോട്ട് ലെറ്റിംഗ് ഗോ ഓഫ് ദെയർ പാസ്റ്റ്. അതിനെല്ലാം അവർ മുറുക്കി പിടിച്ചിരിക്കുക. ഈ മുറുക്കി പിടിച്ചിട്ട് അവർ വീണ്ടും 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 ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, ഭാവിയെപ്പറ്റി നമുക്ക് ആർക്കും ഒന്നും അറിയോ? പക്ഷേ അവർ പല പല പോസിബിലിറ്റീസ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ പല പോസിബിലിറ്റീസ് അവർക്ക് അവിടെ എത്താൻ പറ്റൂല, അവരെന്ത് ചെയ്യും അങ്ങനൊരു പോസിബിലിറ്റി വന്നാൽ? ഇത് തന്നെയാണ് കണ്ടിന്യൂസ്ലി അവർ ചിന്തിക്കുന്നത്. അവിടെ എന്ത് ഇമോഷനാണ് വരുന്നത്? ഫിയർ, ഭയമാണ്. അതൊക്കെ കടന്നു പോകാൻ പറ്റുമോ? ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? സ്വയമായിട്ടും അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട്. ഇത് രണ്ടും സംഭവിക്കുന്നത്. പഴയതിനെ പറ്റിയും ചിന്തിക്കും, ഭാവിയെപ്പറ്റിയും ചിന്തിക്കും. അവർ മറന്നു പോകുന്ന എന്താ? ഈ എല്ലാ കാറ്റഗറീസും എല്ലാ നെഗറ്റീവ് കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഫേവറബിളായിട്ടുള്ള കാര്യങ്ങളേ അല്ല. പക്ഷെ ഇവരെല്ലാം മറന്നു പോകുന്ന കാര്യം എന്താണ്? ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ ജീവിക്കുന്ന ആ ദിവസങ്ങളിൽ നല്ല നിമിഷങ്ങളൊക്കെ അവർ വിട്ടുകളയും. അവർക്കത് ജീവിക്കാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുട്ടി ഒരു നല്ല മാർക്സ് കൊണ്ടിട്ട് വരുന്നതായിരിക്കും. കുട്ടി ഭയങ്കര സന്തോഷത്തിലായിരിക്കും അച്ഛനെ അമ്മയും കാണിക്കാൻ വരുന്നത്. ഈ അമ്മ കിച്ചണിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വിത്ത് ഓവർ തിങ്കിങ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? വെരി ഗുഡ്, നല്ല കാര്യം, ഓക്കെ. പക്ഷെ കുട്ടിക്ക് അതിൽ കൂടുതൽ അപ്രീസിയേഷൻ വേണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മ കൊടുക്കണം. പക്ഷെ ഇതൊക്കെ അമ്മ മനഃപൂർവ്വം വിട്ടുപോകുന്നതല്ല, ഈ ഓവർ തിങ്കിങ് കാരണം സംഭവിക്കുന്നതാണ്. ഇതേപോലാണ് ജീവിതത്തിൽ പലവരും പല സ്റ്റേജസിലും നല്ല കാര്യങ്ങൾ വിട്ടുപോകും, മറന്നു പോകും. പേർപ്പസ്ലി അല്ല, ബിക്കോസ് ഓഫ് ദെയർ ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഉറക്കത്തിൽ പോലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തോന്നും അവർ ഉറങ്ങുന്നുണ്ടെന്ന്. പക്ഷെ അവരുടെ മൈൻഡ് എപ്പോഴും ചിലപ്പോൾ അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ വീണ്ടും ഇതേ സൈക്കിൾ ഓഫ് പാസ്റ്റ് ഫ്യൂച്ചർ ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റും? അടുത്തൊരു ദിവസം തുടങ്ങുമ്പോൾ ത്രൂ ഔട്ട് ദ ഡേ അവരുടെ എനർജി ഭയങ്കര ലോ ആയിരിക്കും. അതേപോലെ ഇവർ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് കാണാം. കാരണം ദേ ആർ കംഫർട്ടബിൾ സിറ്റിംഗ് ലൈക്ക് ദാറ്റ്, അവരുടെ തോട്ട് പ്രോസസ്സ് വെച്ചിട്ട്. അതേമാതിരി ചിലവർ ഭയങ്കര സ്പീഡിന് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കാണാം. അവരെത്ര സ്പീഡിന് ചിന്തിക്കുന്നോ അത്രയും സ്പീഡിനാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻസൈഡ് ദേ ആർ കംപ്ലീറ്റ്ലി ലോ ഓഫ് എനർജി. കുറേ കഴിയുമ്പോൾ ഇവർക്ക് ഡിപ്രഷൻ കാര്യങ്ങൾ വരും, ആങ്സൈറ്റി ഇഷ്യൂസും വരും. ഒരു പോയിൻ്റ് കഴിയുമ്പോൾ ഈ ചിന്തകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മറ്റൊരു വ്യക്തി നമ്മുടെ തലയിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് തന്നെ ആ വോയിസ് സഹിക്കാൻ പറ്റാതാകും. ഈ ഒരു സ്റ്റേജിലാകുമ്പോഴാണ് നമ്മൾ ഹെൽപ്പ് തേടേണ്ടത്. ചിലവർക്ക് മെഡിസിൻസിൻ്റെ ആവശ്യം വരും, ചിലവർക്ക് വെറും തെറപ്പി മതിയായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു റിയലി ഹാവ് ടു ഡീൽ വിത്ത്. നമുക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഓവർ തിങ്കിങ് വരുമ്പോൾ. ഞാൻ എൻ്റെ ക്ലയൻസിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ദ മോമെൻറ്റ് നിങ്ങളുടെ ബ്രെയിൻ ഇല്ലേ മൈൻഡ് ഓവർ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ഏതൊരു സാധനവും ഒച്ചത്തിൽ കൈ കൊണ്ടൊന്ന് തട്ടുക. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് എന്ന് ഒച്ചത്തിൽ പറയാം. ഒന്നീ സ്റ്റോപ്പ് എന്ന് പറയാം, ഇല്ല നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഒറ്റൊരു വാക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇറ്റ് ഷുഡ് ബി വിത്ത് ആൻ ആക്ഷൻ. ആക്ഷൻ ചെറിയൊരു ആക്ഷൻ ആവരുത്, നല്ല ഹാർഡായിട്ട് നമുക്ക് ചെറിയ വേദന എടുക്കുന്ന പോലെ ഒരു ആക്ഷൻ ആയിരിക്കണം.
അതിനാണ് ഞാൻ അഡ്വൈസ് ചെയ്തത്, ഒരു ടേബിളിലോ ഇല്ല അടുത്തിരിക്കുന്ന കസേരയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഹാർഡായിട്ട് അടിച്ചിട്ട് സ്റ്റോപ്പ് എന്ന് പറയാം. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? വൺ തിങ്, നമ്മൾ ഏതൊരു സാധനവും നമ്മുടെ ബോഡിക്ക് ഒരു വേദനയോ ഒരു തട്ടോ അഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിഗ്നൽസ് ബ്രെയിനിൽ പോകും. സോ വി ആർ ബീങ് അലേർട്ട്. അപ്പോൾ നമ്മൾ തട്ടുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ അലേർട്ടാവും. അതിൻ്റെ കൂടെ നമ്മളൊരു കമാൻഡ് കൊടുക്കുവാണ്, സ്റ്റോപ്പ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കുട്ടികളെ ആയിക്കോട്ടെ പെറ്റ്സിനെ ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഒരു ആക്ഷനും ഒരു വാക്കും നമ്മൾ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ അവരതിനനുസരിച്ചായിരിക്കും എല്ലാ മൂവ്മെൻറ്റും അവരുടെ. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. വി ആർ ആക്ച്വലി ട്രെയിനിങ് അവർ മൈൻഡ്. നമ്മുടെ മൈൻഡിനെ നമുക്ക് ടേം ചെയ്യാൻ പറ്റുന്നതാണ്, ബട്ട് ത്രൂ പ്രാക്ടീസ്, കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. വർഷങ്ങളായിട്ട് ഇതേമാതിരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ദിവസം ഇതൊന്നും നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നേ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ആക്ഷൻ ഇല്ലേ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റത്തേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കും. അടുത്ത ചിന്ത വരുമ്പോൾ വീണ്ടും ചെയ്യുക. അപ്പോൾ പിന്നെ 10 എന്നല്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത ചിന്ത വരുള്ളൂ. അപ്പോൾ വീണ്ടും അടിക്കുക. ഇത് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടും. ചിലപ്പം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ്ലി ഫോളോ ദിസ് പ്രാക്ടീസ് അൺടിൽ യുവർ മൈൻഡ് സ്റ്റോപ്സ് തിങ്കിങ്. അവിടുന്ന് നമുക്ക് അവെയർനെസ് തുടങ്ങും. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല ആർക്കും. അപ്പോൾ അതിനെപ്പറ്റി വിഷമിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഭാവിയെപ്പറ്റി നമുക്കറിയില്ല ആ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലേ. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിന്തകൾ എപ്പോഴും നമുക്കൊരു ഔട്ട്കം കൊണ്ടുവരണം, ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം. പക്ഷെ സൊല്യൂഷൻ കിട്ടാത്ത, എത്ര ചിന്തിച്ചിട്ടും സൊല്യൂഷൻ കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ എനർജിയോ ടൈമോ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ജീവിതത്തിൽ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു പോയി. വരാനുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്ന ആ നിമിഷം അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുക. ഈ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ടൈം ആൻഡ് എനർജി വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെ പ്രിപ്പയർ ചെയ്യാനും നമ്മുടെ നല്ല കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഉള്ളതിൽ കഴിവ് കാണിക്കുക. സോ സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ആൻഡ് പ്രിസർവ് യുവർ ടൈം ആൻഡ് എനർജി for only necessary things. So until I see you next time, live responsibly, live mindfully. Thank you.